പ്രൈസ് ദി ലോർഡ്. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ വചനമായിട്ട് വരുവാൻ കിട്ടിയ ഈ ഭാഗ്യവാദവയ്ക്ക് സ്വത്രം. എന്തുകൊണ്ട് ഇത്ര നാളും വന്നില്ലെന്നുള്ള എന്നെപ്പറ്റിയുള്ള യാതൊരു പരാമർശങ്ങളും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ പറയരുത്. ഞാൻ സ്പെഷ്യൽ ഒരു പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. എത്ര കാലം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചെയ്യാവുന്ന കാലത്തോളം ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾ ചോദിക്കും, ജനസിസിൻ്റെ ഉൽപ്പത്തിയുടെ ബാക്കി വെച്ച ശേഷം മുതൽ തുടങ്ങി കൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 5-6 മാസമായിട്ട് ഞാൻ ഒന്നും ഹീബ്രുവായിട്ട് ഗ്രീക്കായിട്ട് ഒന്നും വായിക്കുന്നില്ല. എല്ലാം മറന്നുപോയെന്നില്ല, ടച്ചില്ല. അതാദ്യം തൊട്ട് തുടക്കണം. പിന്നെ ഏതൊക്കെ ബൈബിള് ഏതൊക്കെ ബുക്കിൽ നിന്നാണ് ഈ റെഫറൻസൊക്കെ എടുത്തതെന്നൊക്കെ ഉള്ളത് എല്ലാം ആദ്യം തൊട്ട് തുടങ്ങണം. അതൊക്കെ ഒത്തിരി സമയമെടുക്കും. പക്ഷെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ 2-3 മുമ്പേ ഒരു പഴയ ഫ്രണ്ട്സ് ഒരു ആർട്ടിക്കിൾ അയച്ചു തന്നു. ആ ആർട്ടിക്കിളിനകത്ത് സോങ്സ് ഓഫ് സോങ്ങിനെ പറ്റി, അല്ലെങ്കിൽ സോങ്സ് ഓഫ് സോളമനെ പറ്റി, ഉത്തമഗീതത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ തന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം. അങ്ങനെ ഞാൻ ഇത് പഠിക്കുവാൻ, സോങ്സ് ഓഫ് സോളമൻ, അതിന് മുമ്പേ എനിക്ക് അത് എന്തുവാന്ന് പോലും അറിയത്തില്ല. വായിക്കുന്നതൊന്നും എന്തുവാന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ എങ്കിലും അത് വായിക്കുവാനുള്ള അവസരം, വായിക്കുവാനും അതിനെപ്പറ്റി കൂടുതലായി അറിയാനും പഠിക്കുവാനും ഇടയ്ക്ക്. പഠിക്കുന്നതെന്ന് ചില ആൾക്കാർക്ക് പറയുന്നത് ഇഷ്ടമല്ല, ധ്യാനിക്കുന്നതെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ധ്യാനിക്കുന്നതെന്നും അല്ല ദൈവം അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നതെന്ന് സിമ്പിൾ രീതിയിൽ പറയുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഇത് പറയുന്നു. പഠിച്ചു എന്ന് ഞാൻ അങ്ങ് പറയുക. ഓക്കെ. അപ്പം അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം കാന്തയെപ്പറ്റി ഉള്ള ആ ദൈവത്തിൻ്റെ വർണ്ണനയെപ്പറ്റി ഉള്ള ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടവും പ്രചോദനവും ആണ്. ആദ്യമായിട്ട് ആ ഭാഗങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കിട്ടി. മനസ്സിലായോ? അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അപ്പം എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി സെക്ഷുവലായിട്ടുള്ള ഇതുണ്ട്. ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ച ഒരു പുരുഷനും സ്ത്രീയും എന്തൊക്കെ പറയുമോ അതേപോലുള്ള രീതിയിലൊക്കെയുള്ള വർത്തമാനങ്ങളാണ്. പക്ഷെ അതിന് ആത്മീയ അർത്ഥം ഉണ്ടെങ്കിലും പക്ഷേ അതൊരു യഹൂദ ലിറ്ററേച്ചറല്ലേ. അപ്പോൾ ആദ്യം അതിൻ്റെ ആ എസൻസ് പറയണം, പിന്നെ ആത്മീയർത്ഥം പറയാവുള്ളൂ. പക്ഷെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പറയണം. ഞാനിതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പം അവൾ വിശ്വസിച്ചില്ല. ഞാൻ പിന്നെ പ്രൂഫ് എടുത്ത് കാണിച്ചു കൊടുത്തപ്പം അവൾക്കെന്നെ വെല്ലാണ്ട് പോലും വന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഓഡിയൻസിന് ഡെഫിനറ്റ്ലി വെല്ലായ്മ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷേ എങ്കിലും അതിൻ്റെ ആ സ്പിരിച്വൽ മീനിങ് ഒത്തിരി അർത്ഥമുള്ളതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ. പിന്നെ അതിൽ നിന്നാണ് എനിക്ക് ഹബക്കുക്കിലോട്ട് വരാനൊരവസരം കിട്ടിയത്. ആ ദൈവത്തിൻ്റെ വർണ്ണനെ പറ്റിയുള്ള ഭാഗത്തു നിന്ന് ഒന്ന് ഹബക്കുക്കിലോട്ട് പോകാനും ഒന്ന് ഒബദ്യാവിൻ്റെ പുസ്തകത്തിലോട്ട് പോകാനും ഒക്കെ ഇടയായി. മനസ്സിലായി? അപ്പം ഹബക്കുക്ക് ആദ്യം വായിച്ചോണ്ടേ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ ഹെൽപ്പ് ചോദിച്ചു. വായിച്ചു കഴിഞ്ഞപ്പം ഒരു എന്നെപ്പോലുള്ളൊരു വ്യക്തിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അത്. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടം. അപ്പം ഇനിയുള്ള സമയങ്ങളിൽ ഞാനത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ പെട്ടെന്നൊരു ഓവർവ്യൂ പറയാം. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി, അതിൻ്റെ മെയിൻ തീമ്, ഹോളിനെസ്സിനെ പറ്റിയുള്ളത്, പിന്നെ 1, 2, 3 അധ്യായം, അങ്ങനെയൊക്കെ കൊച്ചു വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങാം. ഓക്കെ. അപ്പം നമുക്ക് ഹബക്കുക്കിനെ പറ്റി ആദ്യം തുടങ്ങാം. ഈ ഹബക്കുക്കിൻ്റെ ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട ഒരു വിശുദ്ധി വേർപാട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുടെ മനസ്സിൽ കൂടെ ഈ ഒരു ചോദ്യം പോയിട്ടുണ്ട്. മനസ്സിലായി? ആദ്യം തന്നെ 1-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ
ഹബക്കുക്ക് ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക, ദൈവത്തിൻ്റെ ഹോളിനെസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. ദൈവമേ, നീ എന്തുകൊണ്ട് തിന്മ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യം. അത് കഴിഞ്ഞ് ദൈവം പറയുന്നു, തിന്മ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാബിലോണെ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഹബക്കുക്ക് ഇങ്ങനത്തെ ദൈവമല്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, ഞങ്ങളെ എന്തിനാ ഇത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതി പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ വന്നവനെ ഹബക്കുക്ക് എന്ത് പറ്റുന്നത്, ഇതില്ലാതെ ഞാൻ ഉത്തരം കിട്ടാതെ പോകത്തില്ല എന്നുള്ള രീതി വാച്ച്മാനായിട്ട് വന്നിരിക്കുന്നു. ആ വാച്ച്മാൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഏതൊരു വേയിലാണ് അവർ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത്, ആ വേയിൽ തന്നെ കുത്തിയിരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉപവാസത്തോടെ അല്ലെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു, ദൈവത്തിൻ്റെ മറുപടി കിട്ടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള രീതി. അങ്ങനെ വന്നാൽ ദൈവം തോർത്തു 5 കഷ്ടതയെപ്പറ്റി അല്ല തിന്മയെപ്പറ്റി അല്ല വോസിനെ പറ്റി കാണിച്ചു കൊടുത്തു, അയ്യോ കഷ്ടത്തെപ്പറ്റി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെപ്പറ്റി, ദൈവത്തിൻ്റെ വിശുദ്ധിയെ പറ്റിയുള്ളത് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട ഹബക്കുക്ക് 3-ാം അധ്യായത്തിൽ വരുമ്പം ഒരു പാട്ടങ്ങ് എഴുതാൻ തുടങ്ങി, ഭയങ്കരമായിട്ടൊരു പാട്ടങ്ങ് എഴുതാൻ തുടങ്ങി. ഇതാണ് ഹബക്കുക്കിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഓക്കെ, അപ്പം അതിൻ്റെ ഫുൾ കുറച്ച് തീം എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോകളൊക്കെ ഇടാമേ. അപ്പം ഹബക്കുക്കിൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇത് കിട്ടും? ഈ ഹബക്കുക്ക് പറയുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്നിട്ട് നീ യഹോവയല്ലേ ദൈവം, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നു? പക്ഷേ ആ ഒരു ധ്യാനത്തിലിരിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളുടെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി കാണിച്ചു കൊടുത്തു. അന്നേരം ഹബക്കുക്ക് മനസ്സിലാകും, അയ്യോ എൻ്റെ ജനത്തിന് ഇത്രയും കൊള്ളരുതായ്മകൾ ഉണ്ടെന്നുള്ള മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ദൈവം ഇത് വന്നു എന്നുള്ളതിൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നത് കഴിഞ്ഞാൽ, ഒന്ന് ജാതികളുമായിട്ടുള്ള കലർച്ച, ജാതികളുടെ ആചാരങ്ങൾ വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹബക്കുക്ക് ആദ്യമായിട്ട് വന്നപ്പം അവിടുത്തെ രാജാവ് യോശിയാവായിരുന്നു. ആ യോശിയാവിൻ്റെ പിതാവായ ആമോനെ ആ വല്യപ്പനായ മനശ്ശ എന്ന് പറഞ്ഞ് അവരൊക്കെ ഈ പിള്ളേരെ സാക്രിഫൈസ് ചെയ്യുന്നത്, ഈ ഹിനോം താഴ്വരയിൽ പിള്ളേരെ സാക്രിഫൈസ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അങ്ങനത്തെയുള്ള ആചാരങ്ങളും ഇതുമൊക്കെ കണ്ട് മനസ്സിലായ ജനങ്ങൾ വല്ലാതായി കഴിഞ്ഞ് യോശിയാവിൻ്റെ കാലത്തെ 8-ാം വയസ്സിലാണ് യോശിയാവ് രാജാവ് വന്നു. അന്നേരം അവിടുത്തെ പുരോഹിതന്മാർ ആലയം വൃത്തിയാക്കിയപ്പം ആവർത്തന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കിട്ടി. അതിൽ നിന്നാണ് യോശിയാവ് ഒരു റിഫോർമേഷൻ തുടങ്ങുന്നത്, മനസ്സിലായി. അപ്പം ഹബക്കുക്ക് വിചാരിച്ചു എല്ലാം നല്ലതാണ്, പക്ഷേ ദൈവം കാണിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളുമായിട്ട് കലരാൻ തുടങ്ങി. ഞാൻ ദൈവമായിരിക്കെ നിങ്ങൾ എന്നെ വേണ്ട, മനുഷ്യനായിട്ടുള്ള രാജാവിനെ വേണം, മനസ്സിലായി. അതേപോലെ രീതിയിലാക്കി. അത് കഴിഞ്ഞ് മറ്റുള്ള രാജാക്കന്മാർ ചെയ്യുന്നതെല്ലാം മറ്റുള്ള ജാതികളുടെ രാജാക്കന്മാർ ചെയ്യുന്നതെല്ലാം ഇവരും ചെയ്യാൻ തുടങ്ങി, മനസ്സിലായി. മറ്റുള്ള ജാതികൾ ചെയ്യുന്ന ആചാരങ്ങൾ ഇവരും ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റുമെന്ന് കഴിഞ്ഞാൽ പിന്നെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷണൽ മറവിയെപ്പറ്റി. എന്ന് പറഞ്ഞാൽ 1-ാം തലമുറ വിശുദ്ധിയോട് നിന്നു, പിന്നെ അങ്ങോട്ട് വരുന്ന തലമുറകളെല്ലാം വിശുദ്ധിയും വേർപാടും വിട്ട് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് അത്ഭുതങ്ങളെല്ലാം കണ്ട ജനങ്ങൾ ഏബാൽ പർവ്വതത്തിലും ഗർസീം പർവ്വതത്തിൽ നിന്ന് നന്മയെപ്പറ്റിയും തിന്മയെപ്പറ്റിയും സത്യം ചെയ്ത് ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ തന്നെ ഇതെല്ലാം മറന്നുപോയി, മനസ്സിലായി. അപ്പോൾ അങ്ങനെ മറവി ഓരോ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് അവർ ആചാരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ മറന്നു, മനസ്സിലായി. അവരുടെ ഉള്ളിലൊന്നുമില്ല. ഇപ്പം നമ്മൾ പുതിയ നിയമത്തിൽ വരുന്നുണ്ട് വായിക്കുമ്പോൾ, നിങ്ങളുടെ പരിച്ഛേദന നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് ചെയ്താലേ പരിച്ഛേദന
പരിച്ഛേദനയാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഔട്ട്വേർഡ് സൈൻ എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോഴാണ് ആ സ്നാനമാകുന്നത്. ഇല്ലെങ്കിൽ അത് വെറും ഒരു ആചാരം മാത്രം. മനസ്സിലായി? അപ്പം അതേപോലുള്ള ഇത് പിന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ വേറെ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ദൈവം വിശുദ്ധനായിരിക്കെ വിശുദ്ധിയോടെ സേവിക്കേണ്ട മക്കൾ അവർക്ക് വിശുദ്ധിയില്ലാതെ അപ്പോൾ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും, അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാതായിപ്പോയി. ദൈവത്തിന് കഴിവില്ലാഞ്ഞുകൊണ്ടല്ല, കാരണം അതെന്തോന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മാറി, വിട്ടു പോയി. അത് ചുരുക്കം ചിലരിലേ ഉള്ളൂ. മനസ്സിലായി? അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം ദൈവം തോർത്തു ഇവരെ പാഠം പഠിപ്പിക്കാൻ ജാതിയായിട്ടുള്ള ബാബിലോണെ യൂസ് ചെയ്തു ഇത് ചെയ്തു. അപ്പം ഹബക്കൂക്കിൻ്റെ ചോദ്യം, അവരെ തിന്മ ചെയ്യുന്ന അശുദ്ധ ജനമല്ലേ, അപ്പോൾ അവരെ എങ്ങനെ ഈ വിശുദ്ധമായിട്ടുള്ള ജനത്തെ എങ്ങനെ തൊടാൻ പറ്റും, എങ്ങനെ ഇതാവും, വിശുദ്ധി ഇതായി പോകത്തില്ലേ? അതാണ് ഹബക്കൂക്കിൻ്റെ ചോദ്യം. പക്ഷേ ദൈവത്തിൻ്റെ ഹോളിനെസ് പിന്നെ തിരിച്ചറിഞ്ഞപ്പം ഹബക്കൂക്കിന് കാര്യം പിടികിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യേശുപ്പച്ചൻ ഈ ഭൂമി വന്നപ്പം പാപികളെ തൊട്ടപ്പം മതാനുസാരികളുടെ ഇഷ്ടപ്രകാരം അല്ല, ഹിതപ്രകാരം അവർ ചിന്തിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഇതായിപ്പോയി, അശുദ്ധനായിപ്പോയി. കാരണം പാപികളിലൂടെ അവരോട് ഇരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം ഒരു കുഷ്ഠരോഗിയോ ആരും തൊട്ടപ്പം യേശുപ്പച്ചന് കുഷ്ഠരോഗം വന്നു? ഇല്ല. യേശുപ്പച്ചൻ തൊട്ടപ്പം ആൾ സൗഖ്യമാവുകയാണ് ചെയ്തത്. ഒരിക്കലും അശുദ്ധി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൂതന്മാർ ഹോളി 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 3 പ്രാവശ്യം പറയുന്നത്. മനസ്സിലായി? അതിനൊക്കെ ഒരു ഇതുണ്ട്. നിങ്ങളുടെ വാക്ക് ഉവ്വ അല്ലെ ഇല്ല എന്നായിരിക്കണം. 1 അല്ലെ 2 പ്രാവശ്യം ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അതൊരു ഡിഗ്രിയാണ്. മനസ്സിലായോ? ഒരു കൽപ്പനയാണ്. പിന്നെ 3 ഹോളി 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 എന്ന് പറഞ്ഞാൽ അതിനൊരു ചേഞ്ചില്ല. അതൊരു കവനൻ്റാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സാണ്. മനസ്സിലായി? അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ദൈവം ഹബക്കൂക്കിന് മനസ്സിലാക്കി കൊടുത്തു. ഇതെല്ലാം കണ്ട ഹബക്കൂക്ക് ഒരു പാട്ടങ്ങ് 3-ാം അധ്യായത്തിനകത്ത് എഴുതാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഇസ്രായേൽ മക്കൾക്ക് അന്ന് പറ്റിപ്പോയത്. അത് കഴിഞ്ഞ് ഇസ്രായേൽ മക്കളെ നെബൂഖദ്നേസർ വന്ന് എല്ലാത്തിനെയും ഡീപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി എല്ലാം ചെയ്തു. അത് ഞാൻ അടുത്ത ഹിസ്റ്ററി ക്ലാസ്സിൽ ഹിസ്റ്ററി പറയുന്ന മെസ്സേജിൻ്റെ അകത്ത് ഞാനത് പറയാം. ഓക്കെ. അത് കഴിഞ്ഞ് എനിക്ക് ഹോളിനെസ്സിനെ പറ്റി പറഞ്ഞാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. ഹോളിനെസ് പറയുമ്പോൾ വിശുദ്ധി വേർപാട് എല്ലാം വരും. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തെപ്പറ്റി പറഞ്ഞ് ഒരു 4-5 ഇതായിട്ട് ഇതിനുള്ളിലാവും തീർക്കാം. കാരണം എത്ര നാൾ ഇത് നിർത്തേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല, എത്ര നാൾ ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അടുത്ത എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുമ്പേ മനസ്സിലായോ, ഞാനിത് പെട്ടെന്ന് ഈ ഹബക്കൂക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ചെയ്ത് തീർക്കണമെന്നുണ്ട്. അതേപോലെ എനിക്ക് ഉപദ്യാവും പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഏകദേശമൊക്കെ ഈ കാലഘട്ടത്താണ് നടക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ട യെരമ്യാവ്, ഇവരുടെ സെയിം സമകാലികനാണ് യെരമ്യാവ്. അപ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് ഈ യോശിയാവിൻ്റെ മരണത്തെപ്പറ്റി ഉള്ളത് വിലാപങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയും. പിന്നെ ഡീപ്പോർട്ടേഷൻ, നെബൂഖദ്നേസർ വന്നിട്ട് അവരെ ചുറ്റി വളഞ്ഞപ്പം അവരുടെ പട്ടിണി കാരണം ഉള്ളതിനെപ്പറ്റി 3-4 അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യെരമ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ അകത്തും ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി സമയം കിട്ടുമ്പം അടുത്തതൊക്കെ ആയിട്ടൊക്കെ ഇടാം. അപ്പം ഇത്രയും പറയാൻ
ഒരു പ്രാവശ്യം കൂടെ അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒരിക്കലും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാൻ അവരോടൊക്കെ ചോദിച്ച് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചു. വേറെ ഒന്നിനെയും പറ്റിയും ജോലിയെ പറ്റിയോ മറ്റൊന്നിനെ പറ്റിയും പരാമർശിക്കരുത് അവർ പ്രത്യേകം എനിക്ക് ഇത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ ഇരിക്കുന്നില്ല. വീണ്ടും കാണാം. ഓക്കെ ബൈ.